ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രഥമൻ പായസമാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഒരു പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് അടയിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഇനി ഈ അട നമ്മൾ അരിപ്പയിൽ വാറ്റിയിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക, പശപ്പശപ്പ് മാറാൻ വേണ്ടി. പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അരിപ്പ് വെച്ചിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത ശർക്കര അതിലോട്ട് ഒഴിച്ചിട്ട് അരിച്ചൊഴിക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച അടയും കൂടിയിട്ട് നന്നായി കുക്ക് ചെയ്യുക. അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ അട കട്ടിയായി പോകും. അതിനുശേഷം നമ്മൾ ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാൽ കൈകൊണ്ട് പിഴിഞ്ഞ കട്ടിപ്പാൽ മാറ്റി വെക്കുക. പിന്നെ രണ്ടാം പാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ മൂന്നാം പാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചത്. അപ്പോൾ ആ മൂന്നാം പാലാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. അതിട്ടിട്ട് നന്നായി അട വേവിച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നന്നായി കുറുകി വരുന്ന സമയത്ത് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞ ആ കട്ടിപ്പാൽ ഇതിലോട്ട് ആഡ് ചെയ്ത് ഇനി തിളപ്പിക്കേണ്ട അധികം നേരം, പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാത്രം വെച്ച് അതിലോട്ട് ഗീ ഒഴിച്ച് കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടി അതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടപ്രഥമൻ പായസം റെഡിയായി. നന്നായിട്ട് കുറുകിയിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.